അപ്പം നമ്മള് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. ഇവിടെ ഒരു നാടകത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ദീന ബന്ധുമിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ ഒരു ഭാഗമാണ് ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മള് ഇവിടെ ഈ ചാപ്റ്ററിൽ ദേശീയതയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ദേശീയത എന്ന് നോക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇന്ത്യയില് ദേശീയത ശക്തമാകുന്നതിന് ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിന് ഇടയാക്കിയ കുറച്ച് സാഹചര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യമായിട്ട് സാമ്പത്തിക നയം. എങ്ങനെയാണ് സാമ്പത്തിക നയം ഇന്ത്യൻ ദേശീയതയെ സ്വാധീനിച്ചത് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണമായിരുന്നു. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായ പഠനം നടത്തിയത് ആരൊക്കെയാണ്? അത് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായി പഠനം നടത്തിയ നേതാക്കൾ ആരൊക്കെയാണ്? അത് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരായിരുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അഥവാ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? അത് ദാദാഭായ് നവറോജിയാണ് കേട്ടോ. ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഏതാണ്? ദാദാഭായ് നവറോജിയുടെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പം ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നുവെന്ന തന്റെ നിരീക്ഷണം അഥവാ ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം ഈ പുസ്തകത്തിലാണ് അവതരിപ്പിച്ചത് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ പ്രധാന പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നുവെന്ന തന്റെ നിരീക്ഷണം ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം ഈ പുസ്തകത്തിലാണ് അവതരിപ്പിച്ചത്. ഇനി പാശ്ചാത്യ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയതയെ സ്വാധീനിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അപ്പോൾ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അപ്പോൾ എന്തിനാണ്? ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാര് ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. അങ്ങനെ പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാര് തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. അതോടുകൂടി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യയില് ദേശീയത പ്രചരിപ്പിക്കുന്നതില് ചില സാഹിത്യ കൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യയില് ദേശീയത പ്രചരിപ്പിക്കുന്നതില് സാഹിത്യ കൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ഏതൊക്കെയാണ് പ്രധാന ദേശീയ സാഹിത്യകാരന്മാരും അവർ
രചിച്ചിട്ടുള്ള ഭാഷയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പ്രധാന ദേശീയ സാഹിത്യകാരർ അവര് രചിച്ച ഭാഷ. ബങ്കിം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ ഏത് ഭാഷയിലാണ് കൃതികൾ പ്രചരിപ്പിച്ചത്? അത് ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ എന്നീ സാഹിത്യകാരന്മാര് ബംഗാളി ഭാഷയിലാണ് തന്റെ കൃതികൾ രചിച്ചത്. ഇനി ലക്ഷ്മിനാഥ് ബസ്ബർവ ഏതാണ്? ലക്ഷ്മിനാഥ് ബസ്ബർവ അത് ആസാമീസ് ഭാഷയിലാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോക്സ് ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വരുന്ന പരീക്ഷയ്ക്കൊക്കെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ലക്ഷ്മിനാഥ് ബസ്ബർവ അത് അസമീസ് ഭാഷയിലാണ്. ഇനി വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഏത് ഭാഷയിലാണ്? വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ അത് മറാത്തി ഭാഷയിലാണ് കേട്ടോ. മറാത്തി ഭാഷയിലാണ്. ഇനി സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലാണ്? സുബ്രഹ്മണ്യ ഭാരതി അത് തമിഴ് ഭാഷയിലാണ് കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലാണ്. ഇനി ഭാരതേന്ദു ഹരിചന്ദ്ര പ്രേംചന്ദ് ഏത് ഭാഷയിലാണ് കൃതികൾ രചിച്ചത്? അത് ഹിന്ദി ഭാഷയിലാണ് കേട്ടോ. ഭാരതേന്ദു ഹരിചന്ദ്ര പ്രേംചന്ദ് അവരുടെ കൃതികള് ഹിന്ദി ഭാഷയിലായിരുന്നു. ഇനി അൽതാഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിലാണ്? അൽതാഫ് ഹുസൈൻ ഹാലി അത് ഉറുദു ഭാഷയിലാണ് കേട്ടോ. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ്. വള്ളത്തോൾ നാരായണ മേനോൻ ഏത് ഭാഷയിലാണ്? വള്ളത്തോൾ നാരായണ മേനോൻ അത് മലയാളം ഭാഷയിലാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ ഏത് ഭാഷയിലാണ് അവർ കൃതികൾ രചിച്ചത്? അത് ബംഗാളി ഭാഷയിലാണ്. ഇനി ലക്ഷ്മിനാഥ് ബസ്ബർവ അത് അസമീസ് ഭാഷയിലാണ് കൃതികൾ രചിച്ചത്. ഇനി വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഏത് ഭാഷയിലാണ്? അത് മറാത്തി ഭാഷയിലാണ് കേട്ടോ. മറാത്തി ഭാഷയിലാണ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലാണ്? സുബ്രഹ്മണ്യ ഭാരതി അത് തമിഴ് ഭാഷയിലാണ്. ഭാരതേന്ദു ഹരിചന്ദ്ര പ്രേംചന്ദ് അത് ഹിന്ദി ഭാഷയിലാണ്. ഇനി അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ്. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ഭാഷയിലുമാണ്. ഇനി ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട് നിരവധി പത്രങ്ങള് അക്കാലത്ത് നിലവിൽ വന്നിരുന്നു. ഇനി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ 2 പത്രങ്ങൾ ഏതൊക്കെയാണ്? ബംഗാളി ഭാഷയിൽ രചിച്ച സംവാദ് കൗമുദി ഏതാണ്? ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും ഏതൊക്കെയാണ്? ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും ആയിരുന്നു. ഇനി ചില വർത്തമാന പത്രങ്ങളും അവ രചിച്ച ഭാഷകളുമാണ് ഇനി പറയുന്നത്. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലാണ്? അത് ബംഗാളി ഭാഷയിലാണ് കേട്ടോ. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലാണ്. ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഏത് ഭാഷയിലാണ്? ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ അത് ഇംഗ്ലീഷ് ഭാഷയിലാണ് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇനി മാതൃഭൂമി അല്ലമീൻ ഏത് ഭാഷയിലാണ്? മാതൃഭൂമി അല്ലമീന് അത് മലയാളം ഭാഷയിലാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലും ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലും മാതൃഭൂമി അല്ലമീൻ മലയാളം ഭാഷയിലുമാണ് രചിച്ചിരിക്കുന്നത്. ഇനി ആരാണ് നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്? ഏത് വൈസ്രോയി ആണ് നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്? അത് ലിട്ടൻ പ്രഭു ആണ് കേട്ടോ. ലിട്ടൻ പ്രഭു ആണ്. എന്നാണ് നാട്ടുഭാഷാ പത്ര നിയമം? വർഷം എന്നാണ്? 1878. ഇനി കുറച്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താന് ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. ഇനി സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ചില ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചതാരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാണ്. അത് രാജാറാം മോഹൻ റോയ് ആണ്. എന്നാണ് ജനിച്ചത്? രാജാറാം മോഹൻ റോയ് ജനിച്ചത് 1772 ബംഗാളിൽ ജനിച്ചു കേട്ടോ. 1772 ബംഗാളിലാണ് ജനിച്ചത്. ഈ ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. ഇനി രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്
നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഒന്നാമതായിട്ട് പറയുന്നത് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് പറയുന്നത് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. സതി നിർത്തലാക്കിയത് ആരാണ്? അത് വില്യം ബെന്റിക് പ്രഭു അല്ലേ സതി നിർത്തലാക്കിയത്? വില്യം ബെന്റിക് പ്രഭുവാണ് ഈ സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. എന്താണ്? ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹ ആരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ ഇത്രയും പോയിന്റ്, ഈ 6 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നുപോലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് 6 പോയിന്റും വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞു തരാം. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹ ആരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. അദ്ദേഹത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെടുന്ന ജാതിയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫുലെ. ആരാണ്? ജ്യോതിറാവു ഫുലെ. മഹാരാഷ്ട്രയില് താഴ്ന്നതെന്ന് കണക്കാക്കപ്പെടുന്ന ജാതിയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന ഒരു സംഘടന ഏതാണ്? ജ്യോതിറാവു ഫുലെയുടെ പ്രധാന സംഘടന ചോദിച്ചാൽ അത് സത്യശോധക സമാജമാണ് കേട്ടോ. സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ ആണ്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ സത്യശോധക സമാജം എന്തിനൊക്കെയായിരുന്നു? വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകള്, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അപ്പൊ മഹാത്മാ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മഹാത്മാ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് അത് ജ്യോതിറാവു ഫുലെ ആണ് കേട്ടോ. ജ്യോതിറാവു ഫുലെ ആണ്. ഇനി അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയാണ് സാവിത്രിബായി ഫുലെ എന്ന് പറയുന്നത്. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാപാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ കേട്ടോ. അപ്പോ ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫുലെയും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാപാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇനി അടുത്തതായിട്ട് പറയുന്നത് പണ്ഡിത രമാബായിയെ കുറിച്ചാണ് കേട്ടോ. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. എന്താണ്? സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. അപ്പൊ കർണാടക സ്വദേശിയാണ് കേട്ടോ. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിനുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. അപ്പോൾ സംസ്കൃത സാഹിത്യത്തിനുള്ള അവഗാഹം പരിഗണിച്ചുകൊണ്ട് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? അത് പണ്ഡിത രമാബായി ആണ് കേട്ടോ. അപ്പൊ പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ് കേട്ടോ. ഇനി വിധവകളുടെ പുനരധിവാസത്തിന് ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകളുടെ തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചത് ആരാണ്? അത് പണ്ഡിത രമാബായി ആണ് കേട്ടോ. അപ്പൊ
ഇനി പണ്ഡിത രമാബായി പങ്കെടുത്ത INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേട്ടോ. അപ്പം 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരെയാണ്. പ്രാർത്ഥനാ സമാജം ആരാടെ സ്ഥാപിച്ചത്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? അത് ആത്മാറാം പാണ്ഡുരംഗാണ് കേട്ടോ. ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി അലിഗഡ് പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത്? അലിഗഡ് പ്രസ്ഥാനം അത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് കേട്ടോ. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? തിയോസഫിക്കൽ സൊസൈറ്റി അത് മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും ആണ് കേട്ടോ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ്. ഇനി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം സ്ഥാപകൻ ആരാണ്? ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. അഭിമാന പ്രസ്ഥാനം അഭിമാന പ്രസ്ഥാനം സ്ഥാപകൻ ആരാണ്? അഭിമാന പ്രസ്ഥാനം അത് EV രാമസ്വാമി നായ്ക്കരാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരാണ് സ്ഥാപിച്ചത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അത് ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപകൻ ആരാണ്? അത് അയ്യങ്കാളിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഗതാഗതവും വാർത്താവിനിമയവുമാണ്. അക്കാലത്ത് നിലനിന്നിരുന്ന ഗതാഗതവും വാർത്താവിനിമയവും വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയില് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിത്തപാലും അവർ ആരംഭിച്ചു. ചരക്കു നീക്കം എളുപ്പമാക്കുന്നതിനായിട്ട് റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് രാഷ്ട്രീയ സംഘടനകളാണ്. ചില ആദ്യകാല രാഷ്ട്രീയ സംഘടനകളും പ്രവർത്തന കേന്ദ്രവും നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളെയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പം ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ഒന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യൻ അസോസിയേഷൻ. എവിടെയായിരുന്നു പ്രവർത്തന കേന്ദ്രം? ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തന കേന്ദ്രം അത് കൽക്കട്ടയായിരുന്നു കേട്ടോ. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയായിരുന്നു. നേതൃത്വം നൽകിയ നേതാക്കളാണ് സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. ഇനി രണ്ടാമതായിട്ട് മദ്രാസ് മഹാജനസഭ. മദ്രാസ് മഹാജൻ സഭ അതിൽ തന്നെ പ്രവർത്തന കേന്ദ്രം ഏതാണ്? മദ്രാസ് ആണ്. ഇനി നേതൃത്വം നൽകിയതാരാണ്? M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, അനന്ത ചാർലോ. മദ്രാസ് മഹാജൻ സഭ പ്രവർത്തന കേന്ദ്രം മദ്രാസ്. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ ആരാണ്? M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, അനന്ത ചാർലോ. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. എവിടെയായിരിക്കും പ്രവർത്തന കേന്ദ്രം? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അത് ബോംബെ ആണ് പ്രവർത്തന കേന്ദ്രം. നേതൃത്വം നൽകിയത് ഫിറോസ് ഷാ മേത്ത, KT തലാങ്ക്, ബദറുദ്ദീൻ തിയാബ്ജി. ഈ 3 പേരാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തന കേന്ദ്രം എവിടെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ അത് കൽക്കട്ടയാണ്. ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ട. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കള് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. മദ്രാസ് മഹാജനസഭ എവിടെയാണ്? മദ്രാസ് മഹാജനസഭ പ്രവർത്തന കേന്ദ്രം അത് മദ്രാസിലാണ്. നേതൃത്വം നൽകിയ ദേശീയ നേതാവ് ആരൊക്കെയാണ്? അത് M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, അനന്ത ചാർലോ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എവിടെയാണ് പ്രവർത്തന കേന്ദ്രം? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ പ്രവർത്തന കേന്ദ്രം ബോംബെ ആണ്. നേതൃത്വം നൽകിയ നേതാക്കളാണ് ഫിറോസ് ഷാ മേത്ത, KT തലാങ്ക്, ബദറുദ്ദീൻ തിയാബ്ജി. അപ്പോൾ ഈ സംഘടനകൾക്കൊന്നും തന്നെ അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തില് ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെടുന്നു. അങ്ങനെ അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ പറഞ്ഞ സംഘടനകൾക്കൊന്നും തന്നെ അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായിട്ടായിരുന്നു ഒതുങ്ങി നിന്നിരുന്നത്.
ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തില് ഒരു അഖിലേന്ത്യ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെടുന്നു. അങ്ങനെ അഖിലേന്ത്യ സംഘടന രൂപം കൊള്ളുന്നു. അപ്പോൾ 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ ഒരു മുറിയിൽ യോഗം നടക്കുന്നു. ഏതാണ്? അത് INC-യുടെയാണ് കേട്ടോ. അപ്പോൾ INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര പേരാണ്? INC-യുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? അത് 72 പേരാണ് കേട്ടോ. 72 പേരാണ്. ഇനി ആരാണ് INC-യുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? അത് AO ഹ്യൂം ആണ് കേട്ടോ. സംഘാടകരിൽ ഒരാളെന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിൽ ഹ്യൂം ആയിരുന്നു. ഇനി ഇതിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അഖിലേന്ത്യാ സംഘടനയ്ക്ക് അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് WC ബാനർജി ആണ് കേട്ടോ. WC ബാനർജി എന്ന അഭിഭാഷകനുമായിരുന്നു അന്നത്തെ യോഗത്തില് അധ്യക്ഷത വഹിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. എന്താണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. രണ്ടാമതായിട്ട് പറയുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട് പറയുന്നത് പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. എന്താണ്? പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. രാജ്യത്ത് ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. എന്താണ്? രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. ഇനി അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. 2, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട് പറയുന്നത് പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. നാലാമത് രാജ്യത്ത് ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഞ്ചാമതായിട്ട് പറയുന്നത് അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? അത് സർ C ശങ്കരൻ നായർ, അതായത് ചേറ്റൂർ ശങ്കരൻ നായർ. ഏത് സമ്മേളനമാണ്? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷത പദവി അലങ്കരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. ചേറ്റൂർ ശങ്കരൻ നായരാണ് 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷത പദവി അലങ്കരിച്ചത്. ഇനി അടുത്തതായിട്ട് വിഭജനവും ഭിന്നിപ്പിക്കലും. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തി ക്ഷയമുണ്ടാകും എന്ന് പറഞ്ഞത് ആരാണ്? ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും എന്ന് പറഞ്ഞത് ആരാണ്? അത് HH റിസ്ലെയാണ് കേട്ടോ. HH റിസ്ലെയാണ് കേട്ടോ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തില് നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ 2ആയി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യയെ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. അപ്പം ബംഗാൾ വിഭജനം, ബംഗാളിലെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ 2ആയി വിഭജിച്ചു. എന്താണ്? ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ 2ആയി വിഭജിച്ചു. കിഴക്കൻ ബംഗാള് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാള് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. എന്താണ്? കിഴക്കൻ ബംഗാള് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാള് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. ഇനി വിഭജനം നിലവിൽ വന്ന
1905 ഒക്ടോബർ 16 ബംഗാളിൽ ഉടനീളം ദുഃഖാചരണം നടന്നു കേട്ടോ. അപ്പം 1905 ഒക്ടോബർ 16 ബംഗാളിൽ ഉടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. ഇനി രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഏതാണ് അദ്ദേഹത്തിന്റെ ദേശഭക്തി ഗാനം ഏതാണ്? രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോനാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലേക്ക് സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെട്ടു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമുണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. ഇനി സ്വദേശി സമരത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചത് സ്വദേശി സമരത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇനി ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ ഏതാണ്? ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്ഥാപിച്ചത് ആരാണ്? ആചാര്യ PC റോയ് ആണ്. ഇനി രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ സ്വദേശി സ്റ്റോർ VO ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ ആരംഭിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടതാണ്. അപ്പോൾ ബംഗാൾ കെമിക്കൽ സ്റ്റോഴ്സ് ആരാണ് സ്ഥാപിച്ചത്? ബംഗാൾ കെമിക്കൽ സ്റ്റോർ അത് ആചാര്യ PC റോയ് ആണ്. ഇനി സ്വദേശി സ്റ്റോർ ആരാണ് സ്ഥാപിച്ചത്? സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഇനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അത് VO ചിദംബരം പിള്ളയാണ് കേട്ടോ. ചിദംബരം പിള്ളയാണ്. ഇനി സ്റ്റീൽ ഫാക്ടറി ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് കേട്ടോ. ഇത്തരം പ്രചാരണ പരിപാടികള് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പങ്കാളിയായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. ഇനി അടുത്തതായിട്ട് പറയുന്നത് മിതവാദികളെയും തീവ്രവാദികളെയും കുറിച്ചാണ് കേട്ടോ. മിതവാദികളും തീവ്രവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. ഏതാണ് മിതവാദികളുടെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? അത് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മിതവാദികൾ ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു. ഇനി സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ആരാണ്? മിതവാദികൾ. എന്നാൽ മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവരെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവരറിയപ്പെടുന്നത് തീവ്ര ദേശീയവാദികൾ എന്നാണ്. ആരൊക്കെയാണ് ഇതിലെ നേതാക്കള്? ബാലഗംഗാധര തിലക, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ് എന്നിവരാണ് ഇതിൽ പ്രധാനികൾ. ഇവരുടെ പ്രവർത്തന രീതികൾ എന്ന് പറയുന്നത് മിതവാദികള് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചവരാണ് തീവ്ര ദേശീയവാദികൾ എന്ന് പറയുന്നത്. ഇനി സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ച സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ എന്നറിയപ്പെടുന്നത്. ആരാണ്? സ്വദേശി
അശ്വനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കേട്ടോ. അശ്വനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റുമൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഇതാണ് സ്വദേശി ബാന്ധവ് സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്താണ്? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റുമൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. ഇതിനെ സൂററ്റ് പിളർപ്പ് എന്നറിയപ്പെടുന്നു. മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. അങ്ങനെ സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിക്കുന്നു. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ഇനി സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണമാണ്. ആരുടെ നേതൃത്വത്തിലാണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്? അത് അഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലത്തിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കുവാൻ പ്രചോദനമാകുകയും 1906 സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുകയും ചെയ്തു. 1906 ഇതാണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അങ്ങനെ ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. ഈ പരിഷ്കരണത്തിലെ പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക. എന്താണ്? 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾക്ക് പ്രധാന വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാല് അത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. എന്തൊക്കെയാണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങൾക്കും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു. ഇനി അടുത്തതായിട്ട് 3 വ്യക്തികളെയാണ് പരിചയപ്പെടുന്നത്. ലാൽ ബാൽ പാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയവർ. ഇവരെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാൽ ബാൽ പാൽ എന്നറിയപ്പെട്ടു. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഹോം റൂൾ ആണ് കേട്ടോ. ഹോം റൂൾ ലീഗ് ആണ്. 1914 ആരംഭിച്ച 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാകുന്നു. ഇതിന്റെ നേതൃത്വം നൽകിയത് ആരാണ്? ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. അപ്പോൾ 1914 ആരംഭിച്ച 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാകുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ഹോം ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബെസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. അപ്പോൾ ഹോം ലീഗ് ആരൊക്കെയാണ് സ്ഥാപിച്ചത്? ഇതിലെ ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തകർ ആരൊക്കെയാണ്? അത് ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ് കേട്ടോ. ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹോം റൂൾ ലീഗിന്റെ പ്രചരണത്തിനായി ആനി ബെസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തിലുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബെസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആനി ബെസന്റ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട INC സമ്മേളനം ഏതാണ്? അത് 1917 കൽക്കട്ട സമ്മേളനമായിരുന്നു കേട്ടോ. 1917 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുത്തത് ആരാണ്? അത്
ആനി ബസന്റ് ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ടുള്ള ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ടുള്ള ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. ആരാണ്? ആനി ബസന്റ് ആണ്. ഇനി ലക്നൗ സമ്മേളനത്തെ കുറിച്ചാണ് പറയുന്നത്. 1916 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? ലക്നൌവിൽ വെച്ചിട്ടായിരുന്നു. ഈ സമ്മേളനത്തില് എന്താണ്? മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അപ്പോൾ 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം അതാണ് ലക്നൌവിൽ നടന്ന സമ്മേളനം. ഇതില് എന്താണ്? മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒരുമിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പം അത്രയാണ് അതിൽ പറയുന്നത്. ഇനി അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായി ചില രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം അത്തരം വിപ്ലവ സംഘടനകളും അതിന് നേതൃത്വം നൽകിയ വ്യക്തികളെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അനുശീലൻ സമിതി എവിടെയാണ് സ്ഥാപിച്ചത്? സംഘടന അനുശീലൻ സമിതി സ്ഥാപിച്ചത് അത് ബംഗാളിലാണ് കേട്ടോ. അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിച്ചത് ബംഗാളിലാണ് കേട്ടോ. നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാല് സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. ആരൊക്കെയാണ്? സച്ചീന്ദ്രനാഥ് സന്യാല്, അരബിന്ദ ഘോഷ്. ഇത് രണ്ടാമതായിട്ട് പറയുന്നത് ഭാരത് മാതാ അസോസിയേഷൻ. ഭാരത് മാതാ അസോസിയേഷൻ എവിടെയാണ് രൂപീകൃതമായ സ്ഥലം? അത് മദ്രാസിലാണ് കേട്ടോ. മദ്രാസിലാണ്. നേതൃത്വം നൽകിയ വ്യക്തി ആരൊക്കെയാണെന്ന് ചോദിച്ചാല് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. ഇനി അടുത്തതായിട്ട് യുഗാന്തർ പാർട്ടി. യുഗാന്തർ പാർട്ടി സ്ഥലം ബംഗാളിലാണ്. യുഗാന്തർ പാർട്ടി സംഘടന സ്ഥാപിച്ചത് ബംഗാളിലാണ്. നേതൃത്വം നൽകിയത് റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച സ്ഥലം ഏതാണ്? ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ സ്ഥലം ചോദിച്ചാല് അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ്. നേതൃത്വം നൽകിയത് ലാല ഹർദയാലാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിച്ച സ്ഥലമാണ് ബംഗാൾ. നേതൃത്വം നൽകിയത് വ്യക്തികളാണ് സച്ചീന്ദ്രനാഥ് സന്യാല്, അരബിന്ദ ഘോഷ്. ഇനി ഭാരത് മാതാ അസോസിയേഷൻ സ്ഥലം മദ്രാസിലാണ്. നേതൃത്വം നൽകിയ വ്യക്തിയാണ് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി എവിടെയാണ് സ്ഥാപിച്ചത്? ബംഗാളിലാണ്. യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചത് ബംഗാളിലാണ്. റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും ആണ് നേതൃത്വം നൽകിയത്. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് അമേരിക്കയിലാണ്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച സ്ഥലം അമേരിക്കയിലാണ്. നേതൃത്വം നൽകിയത് ലാല ഹർദയാലാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പഠിച്ചു വെച്ചേക്കണേ. അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന അത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകം ഏതാണ്? അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകം പറയുന്നത് ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ ഏത് ഭാഷയിലാണ് അവർ കൃതികൾ രചിച്ചത്? അത് ബംഗാളി ഭാഷയിലാണ്. ഇനി ലക്ഷ്മിനാഥ് ബസ്ബർവ അത് അസമീസ് ഭാഷയിലാണ് കൃതികൾ രചിച്ചത്. ഇനി വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഏത് ഭാഷയിലാണ്? അത് മറാത്തി ഭാഷയിലാണ് കേട്ടോ. മറാത്തി ഭാഷയിലാണ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലാണ്? സുബ്രഹ്മണ്യ ഭാരതി അത് തമിഴ് ഭാഷയിലാണ്. ഭാരതേന്ദു ഹരിചന്ദ്ര പ്രേംചന്ദ് അത് ഹിന്ദി ഭാഷയിലാണ്. ഇനി അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ്. വള്ളത്തോൾ നാരായണ മേനോൻ ഏത് ഭാഷയിലാണ്? അത് മലയാളം ഭാഷയിലാണ്. ഇനി ചില പത്രങ്ങളും ഭാഷയും ഏത് ഭാഷയിലാണെന്ന് പറയണേ. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലാണ്? അമൃത് ബസാർ പത്രിക അത് ബംഗാളി ഭാഷയിലാണ്. ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഏത് ഭാഷയിലാണ്? ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ അത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. മാതൃഭൂമി അല്ലമീൻ ഏത് ഭാഷയിലാണ്? മാതൃഭൂമി അല്ലമീൻ അത് മലയാളം ഭാഷയിലാണ് കേട്ടോ. ഇനി രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണെന്ന് വെച്ചാൽ അത് മിറാത്തുൽ അക്ബർ ആണ്. ഇനി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? അത് സംവാദ് കൗമുദിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് സത്യശോധക സമാജം സ്ഥാപകൻ ആരാണ്? സത്യശോധക സമാജം സ്ഥാപിച്ചത് ആരാണ്? അത് ജ്യോതിറാവ് ഫുലെയാണ്. മഹാത്മാ എന്ന പേരിലറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാത്മാ എന്ന പേരിലറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് ജ്യോതിറാവ് ഫുലെയാണ് കേട്ടോ. ജ്യോതിറാവ് ഫുലെയാണ്. ഇനി പണ്ഡിത എന്ന ബഹുമതിയുള്ള നവോത്ഥാന നായിക ആരാണ്? പണ്ഡിത അത് പണ്ഡിത രമാബായി ആണ് കേട്ടോ. ഇനി വിധവകളുടെ പുനരധിവാസത്തിന് ശാരദാ സദനം സ്ഥാപിച്ചത് ആരാണ്? അത് പണ്ഡിത രമാബായി ആണ് കേട്ടോ. ഇനി തൊഴിൽ പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? തൊഴിൽ പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് വെച്ചാല് അത് മുക്തി മിഷൻ ആണ്. അപ്പൊ മുക്തി മിഷൻ സ്ഥാപിച്ച ആരാണെന്ന് വെച്ചാൽ അത്
പണ്ഡിത രമാബായി ആണ് കേട്ടോ. ഇനി രാജാറാം മോഹൻ റോയ് ജനിച്ചത് എവിടെയാണ്? വർഷം. രാജാറാം മോഹൻ റോയ് ജനിച്ചത് വർഷം പറഞ്ഞേ. 1772 ബംഗാളിൽ ജനിച്ചു. അദ്ദേഹത്തെ ഏത് ആശയങ്ങളാണ് കൂടുതലായിട്ട് സ്വാധീനിച്ചിരുന്നത്? ഏത് ആശയങ്ങളാണ്? ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളാണ് സ്വാധീനിച്ചിരുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെന്റിലൊക്കെ ചിലപ്പോൾ എടുത്ത് ചോദിക്കാം, ഏതാ റഷ്യൻ വിപ്ലവമാണോ അങ്ങനെയൊക്കെ. ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളാണ് സ്വാധീനിച്ചിരുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്ഥാപകരുമാണ് പ്രാർത്ഥനാ സമാജം. സ്ഥാപിച്ചതാരാണ്? പ്രാർത്ഥനാ സമാജം. ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്ഥാപിച്ചതാരാണ്? ആര്യ സമാജം. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപകനാണ്. അലിഗഡ് പ്രസ്ഥാനം. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ്? തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ് കേട്ടോ. മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ്. രാമകൃഷ്ണ മിഷൻ ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദരാണ് കേട്ടോ. സ്വാമി വിവേകാനന്ദരാണ്. ഹിതകാരിണി സമാജം ആരാണ് സ്ഥാപിച്ചത്? ഹിതകാരിണി സമാജം അത് വീരേശലിംഗം പന്തലു ആണ്. ഇനി സ്വാഭിമാന പ്രസ്ഥാനം ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായിക്കരാണ് കേട്ടോ. ഇ വി രാമസ്വാമി നായിക്കര്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരാണ് സ്ഥാപിച്ചത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘം ആരാണ്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. ഇനി ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? ഇന്ത്യൻ അസോസിയേഷൻ അത് കൽക്കട്ട ആയിരുന്നു കേട്ടോ. കൽക്കട്ട. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയ നേതാക്കൾ അത് ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. ഇനി മദ്രാസ് മഹാജനസഭ പേരിൽ തന്നെയുണ്ട്. പ്രവർത്തന കേന്ദ്രം എവിടെയാണ്? മദ്രാസ് മഹാജനസഭ അത് മദ്രാസിലാണ്. ആരൊക്കെയാണ് നേതൃത്വം നൽകിയ 3 വ്യക്തികളുണ്ട്? എം വീരരാഘവ ആചാരി, എം വീരരാഘവ ആചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലോ. എന്നോട് പറയാം, എം വീരരാഘവ ആചാരി, ജി സുബ്രഹ്മണ്യ അയ്യര്, ആനന്ദ ചാർലോ. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എവിടെയാണ്? പ്രവർത്തന കേന്ദ്രം അത് ബോംബെ ആണ് കേട്ടോ. ബോംബെ ആണ്. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? അത് ഫിറോസ് ഷാ മേത്ത, കെ ടി തലാങ്ക്, ബദറുദ്ദീൻ തിയാബ്ജി. ഈ 3 വ്യക്തികളാണ് കേട്ടോ. ഇനി INC രൂപീകൃതമാകുന്നത് എന്നാണ്? INC രൂപീകൃതമാകുന്നത് അത് 1885 ഡിസംബർ 28-നാണ് കേട്ടോ. 1885 ഡിസംബർ 28-ന് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം അത് 72 പേരാണ്. ആരാണ് സ്ഥാപിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? അത് AO ഹ്യൂം ആണ് കേട്ടോ. ഇനി അതിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അത് WC ബാനർജി ആണ്. ഇനി ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തി ക്ഷയം ഉണ്ടാകും എന്ന് പറഞ്ഞത് ആരാണ്? ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും എന്ന് പറഞ്ഞത് HH റസ്ലെയാണ് കേട്ടോ. HH റസ്ലെ. ഇനി INCയുടെ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് C ശങ്കരൻ നായരാണ്. C ശങ്കരൻ നായരാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനമാണ് കേട്ടോ. ഇനി സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപകൻ ആരാണ്? അത് അശ്വനി കുമാർ ദത്താണ് കേട്ടോ. അശ്വനി കുമാർ ദത്താണ്. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം താങ്ക് യു.